ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും തിളക്കമാർന്ന കോഴ്സുകളിൽ, PG കോഴ്സുകളിൽ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ ആകുന്നതും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സ്റ്റഡി സെന്ററുമുള്ള ഒരുപാട് ആവശ്യമുള്ള ഒരു പ്രോഗ്രാമാണ് MBA, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഇന്നത്തെ ഈ വീഡിയോയിൽ MBA ആ ഒരു പ്രോഗ്രാം ചെയ്യാൻ നമുക്ക് ആവശ്യമായ എലിജിബിലിറ്റി, MBA എന്നുള്ള കോഴ്സിന്റെ ഡീറ്റെയിൽ, MBA കോഴ്സിന് ഇന്ത്യ നൽകുന്ന സ്ഥാനം, ഇന്ത്യയിലെ MBA സ്റ്റുഡൻസിന്റെ പവർ, ക്വാളിറ്റി, ഈ MBA പ്രോഗ്രാം IGNOU നൽകുന്ന ഒബ്ജക്റ്റീവ്സ്, കരിയർ ഓപ്പർച്യൂണിറ്റീസ്, ഇത്രയും കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുകയാണ്. പൊതുവെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനില് MBA പോലുള്ള പ്രോഗ്രാമുകൾ IGNOU അടക്കം 2 രീതിയിൽ ക്ലാസുകൾ നൽകുന്നു. അതിൽ ഒരു രീതിയോട് ഞാൻ 99% എതിരാണ്. ഒരു രീതി ഏറ്റവും ടോപ്പിലുള്ള മെത്തേഡാണ്. IGNOU അടക്കം ചില രീതികൾ തരുന്നതിൽ പോരായ്മകൾ പച്ചയായി ഞാൻ തുറന്ന് പറയാറുണ്ട്. അത് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറയുക എന്നുള്ളത് എന്നിൽ അർപ്പിതമായ ദൗത്യമാണ്, കർത്തവ്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പൊതുവെ തൊഴിൽ മേഖലയിൽ MBA പോലുള്ള ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന സ്വപ്നം 90% കുട്ടികൾക്കും വിദേശത്തോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ ജൈജാന്റിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെ ഓർഗനൈസേഷനിലെ അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റിൽ എത്തുക എന്നുള്ളതാണ്. ആർക്കാണ് MBAക്കുള്ള എലിജിബിലിറ്റി? എല്ലാ ഡിഗ്രി കഴിഞ്ഞവർക്കും പറ്റും. ബട്ട് ദോസ് ഹാവ് മിനിമം 50% മാർക്ക്. 50% മാർക്ക് ജനറൽ വിഭാഗത്തിൽ. OBC, OEC, SC, ST വിഭാഗത്തിലുള്ളവർക്ക് 45% മാർക്ക് ഉണ്ടെങ്കിലും നമുക്ക് അഡ്മിഷൻ കിട്ടും. പക്ഷേ 50%-ത്തിൽ കൂടുതൽ ഇപ്പോൾ ഒരു ഡിഗ്രിയിലില്ലായ്ക ആരുമില്ല. ഇന്ത്യയുടെ ഒരു പ്രത്യേക വ്യവസ്ഥാപിത സ്ഥാപനത്തിൽ എഡ്യൂക്കേഷൻ കച്ചവടവൽക്കരിക്കപ്പെട്ട ഈ കാലഘട്ടത്തിൽ പലരും അന്യ സംസ്ഥാനങ്ങളിൽ പോയി അനാവശ്യമായ പല തരത്തിലുള്ള കോഴ്സുകൾ ചെയ്തു വരാറുണ്ട്. മഹത്തായ MBA പോലുള്ള വലിയ വലിയ പ്രോഗ്രാമുകൾ ഉള്ള സന്ദർഭത്തിൽ മഹാനടന്മാർ കേവലം +2 കഴിഞ്ഞ ഉടനെ ഉള്ള ഒരു കൊല്ലത്തേക്കുള്ള ഒരു ഡിപ്ലോമ കോഴ്സിന് എഡ്യൂക്കേഷണൽ ലോൺ അടക്കം പ്രേരിപ്പിച്ച് കുട്ടികളെ തെറ്റായ ഒരു മാർഗത്തിലേക്ക് നയിക്കുന്നു എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. ഓപ്പണായിട്ട് തന്നെയാണ് പറയുന്നത്. പല നടന്മാർ, ഇത് പ്രഗത്ഭരായ നടിമാരും ഇക്കൂട്ടത്തിലുണ്ട്. അവർ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഡിപ്ലോമ പ്രോഗ്രാമുകൾക്ക്, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾക്ക്, 15 ദിവസം 30 ദിവസമുള്ള ഓൺലൈൻ പ്രോഗ്രാമുകൾക്കെല്ലാം പല തരത്തിൽ കുട്ടികളെ പ്രേരിപ്പിക്കുമ്പോൾ മുഹമ്മദ് മുബാറക് മാസ്റ്റർ തീർച്ചയായും താങ്കളോട് അഷ്വർ ചെയ്ത് പറയുന്നു, MBA പോലുള്ള ഗംഭീര കോഴ്സുകൾക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെടൂ. അവരാവശ്യപ്പെടുന്ന കോഴ്സിന്റെ 10ൽ ഒരു അംശം ഫീസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. 10ൽ ഒരു അംശം, 10:1 എന്നുള്ള റേഷ്യോയിൽ ഒരു ഡിപ്ലോമ പ്രോഗ്രാമിന് അവർ വാങ്ങുന്നത് വളരെ വലിയ ഫീസാണ്. മഹാനടന്മാരൊക്കെ പരസ്യത്തിൽ വന്ന് പറയുന്ന ആ ഒരു കോഴ്സുകൾക്കെല്ലാം, അതുപോലെ തന്നെ ടു ബി യൂണിവേഴ്സിറ്റികൾ നൽകുന്ന ഇത്തരത്തിലുള്ള കോഴ്സുകൾക്ക് വാങ്ങുന്ന ഫീസിന്റെ 10ൽ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ 10%
ഫീസ് മാത്രമേ ഇഗ്നോ വാങ്ങുന്നുള്ളൂ. പക്ഷെ ഇഗ്നോ തരുന്ന ഈ കോഴ്സിന് വലിയ 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 മൂല്യമാണ്, ക്വാളിറ്റിയാണ്. എന്താണ് ആ ക്വാളിറ്റി എന്ന് കൃത്യമായി നമുക്ക് പറയാം. ഇത് തമാശക്ക് പറയില്ല. ഞാൻ ഈ പറയുന്നത് പോലെ ഈ നടീനടന്മാരെ ഞാൻ വെല്ലുവിളിക്കുന്നു. അവർക്ക് വേണ്ടി അവരെ ബ്രാൻഡ് അംബാസഡർമാരായി പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഈ സ്ഥാപനത്തിലെ കുത്തകവൽക്കരിക്കപ്പെട്ട മുതലാളിമാരോട് ഈ പാവം ഒരു കരിയർ ഗൈഡ്, ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് വെല്ലുവിളിക്കുകയാണ്. ഞാൻ ഈ കാണിക്കുന്നത് പോലെ താങ്കൾക്ക് ആ കോഴ്സിനെ പറ്റി, അതിന്റെ അംഗീകാരത്തെ പറ്റി ലോകത്തിന്റെ മുമ്പിൽ പറയാൻ തന്റെ ഇടമുണ്ടോ? മുബാറക് മാസ്റ്റർ ഇവിടെ തന്റെ ഇടത്തോടു കൂടി പറയുന്നു MBA പ്രോഗ്രാമുകളുടെ പ്രത്യേകത. ഇഗ്നോ 6 തരത്തിലുള്ള MBA പ്രോഗ്രാമാണ് ഇവിടെ നൽകുന്നത്. 6 തരത്തിലുള്ള MBA പ്രോഗ്രാം. അതിലെ ഏറ്റവും തിളക്കമാർന്ന പ്രോഗ്രാമിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. കുട്ടികളുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിലെ ഫീസ് പറഞ്ഞ് അവർക്ക് വലിയ മൂല്യമുണ്ട്, ആനയാണ്, ചേനയാണ്, തൃശ്ശൂർ പൂരത്തിന്റെ പകുതിയാണ് എന്നൊക്കെ പറയുന്ന ആ കോഴ്സുകൾക്ക് ഈ തരത്തിലുള്ള ഈ 5 പ്രത്യേകതകൾ താങ്കൾക്ക് പറയാൻ പറ്റുമോ? എന്താണ് 5 പ്രത്യേകത? സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് പ്രോഗ്രാം MBA മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, AICTE അപ്രൂവ്ഡ് പ്രോഗ്രാം. ഇത് താങ്കൾക്ക് പറയാൻ പറ്റുമോ? വലിയ മൂല്യമാണ് വിദേശത്ത് എന്നൊക്കെ പറയുന്ന ആ നടീനടന്മാരോടാണ് പറയുന്നത്. വിദേശത്തേക്കൊക്കെ ഇതിന് ഒരുപാട് സാധ്യതകൾ എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. എന്തിനാണ് എനിക്ക് ഈ എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്ത് നിങ്ങൾ ഇങ്ങനെ കുട്ടികളെ അന്യ രാജ്യത്തേക്കൊക്കെ പറഞ്ഞു വിടുന്നത് എന്ന് വ്യസന സമേതം കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രമുഖ നടനോടും ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ കൊടുക്കുന്ന ആ കോഴ്സ് AICTE അപ്രൂവ്ഡ് പ്രോഗ്രാം ആണോ? ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ലോകോത്തര നിലവാരമുള്ള ഈ യൂണിവേഴ്സിറ്റി നൽകുന്ന ഈ കോഴ്സിന്റെ 5 പ്രത്യേകതകളിൽ ഒരു പ്രത്യേകതയാണ് AICTE അപ്രൂവ്ഡ് പ്രോഗ്രാം, ഓൾ ഇന്ത്യൻ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ BTechഉം MTechഉം കൊടുക്കുന്ന ആ സ്ഥാപനം കൊടുക്കുന്ന അംഗീകാരമാണ്. BTechനും MTechനുമുള്ള അതേ ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് AICTE അപ്രൂവ്ഡ് പ്രോഗ്രാം ഇഗ്നോ നൽകുന്ന MBA. മറ്റൊരു പ്രത്യേകത, ഓഫേർഡ് അക്രോസ് പാൻ ഇന്ത്യ ആൻഡ് സെലക്ടഡ് കൺട്രീസ് ഔട്ട്സൈഡ് ഇന്ത്യ. നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റഡി സെന്റർ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പാൻ ഇന്ത്യയിലെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ കൊടുക്കുന്ന ഈ കോഴ്സ് അല്ലെങ്കിൽ മറ്റു പ്രത്യേകതയുള്ള രാജ്യങ്ങളിൽ ഇതിന്റെ സ്റ്റഡി സെന്റർ ഉണ്ട് എന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? പക്ഷെ ഇതിന്റെ അകത്തും ഇഗ്നോയിലും തന്നെ ഒരു ചതിക്കുഴിയുണ്ട്. അത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. MBAയുടെ അഡ്മിഷന് നിങ്ങൾ എത്ര വലിയ ബിസിനസ് അഡ്മിനിസ്ട്രേറ്റീവ് കോഴ്സ് കഴിഞ്ഞ എത്ര വലിയ ആളാണെങ്കിലും ശരി, താങ്കൾക്ക് ഈ മേഖലയിൽ എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ് വളരെ വളരെ നിർബന്ധമാണ്. അല്ലെങ്കിൽ താങ്കളും ചതിക്കുഴിയിൽ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നോട്ട്സ് കാണുന്ന എല്ലാവരും ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന 4 നമ്പറുകളിൽ ഏത് നമ്പറിൽ വേണമെങ്കിലും താങ്കൾക്ക് ഇഗ്നോ അഡ്മിഷൻ എന്നുള്ള ഒരു വാട്സപ്പ് മെസ്സേജ് വിട്ടാൽ ഇതിന്റെ എല്ലാ അഡ്മിഷൻ പ്രൊസീജിയേഴ്സും താങ്കൾക്ക് വേണ്ടി ഈ കോഴ്സ് കഴിയുന്നത് വരെ സഹായിക്കാൻ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫ് തയ്യാറാണ് എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിക്കുന്നു. മാത്രമല്ല ഈ കോഴ്സിന്റെ പ്രത്യേകത, ഈ MBA പ്രോഗ്രാമിന്റെ പ്രത്യേകത കണ്ടംപററി കരിക്കുലം ആൻഡ് ലേറ്റസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ എന്നുള്ളതാണ്. ഏറ്റവും അനുയോജ്യമായത് അഫോർഡബിൾ ഫീല് ഫ്ലെക്സിബിൾ ലേണിംഗ് മെത്തേഡിലാണ് MBA നൽകുന്നത്. പല യൂണിവേഴ്സിറ്റികളിലെ കീഴിലും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഇത് കൊടുക്കാനുള്ള ത്രാണിയായിട്ടില്ല. എനിക്ക് മുമ്പൊക്കെ ഞാൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിരുന്നു. ഇപ്പോഴും യൂണിവേഴ്സിറ്റിക്ക് പ്രത്യേകത പുകഴ്ത്താൻ്റെ കുറവൊന്നുമില്ല, നല്ല യൂണിവേഴ്സിറ്റി തന്നെയാണ്. പക്ഷേ അവിടെ കുറെ കീടങ്ങളായിട്ടുള്ള ഡെപ്യൂട്ടേഷനിൽ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥർ അവർ കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങൾ അനുസരിച്ച് യൂണിവേഴ്സിറ്റിയിലെ ഉന്നത അധികാരികളും മന്ത്രിയും മറ്റെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. ലേറ്റ് ഫീ അഥവാ ഫൈൻ, അസൈൻമെന്റ് എല്ലാം വയ്ക്കാൻ വൈകുന്നതിന് വേണ്ടി ഫൈൻ ഈടാക്കുന്ന ഒരു തരികിട സമ്പ്രദായം നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും കാശ് കുട്ടികളിൽ നിന്ന് മോഷ്ടിക്കുന്നതിന് തുല്യമായി ചില പരിപാടികൾ നടത്തുന്നു. അതിനോട് ശക്തിയുക്തം ഞാൻ ഈ വീഡിയോയിലും എതിർപ്പ് അറിയിക്കുകയാണ്. കുട്ടികൾ അസൈൻമെന്റ് വയ്ക്കാൻ ലേറ്റ് ആകാം,
അത് അവരുടെ അവകാശമാണ്. 5 കൊല്ലത്തിനുള്ളിൽ 4 കൊല്ലത്തിനുള്ളിൽ ഒരു പി ജിക്ക് വേണ്ടി സമർപ്പിച്ചാൽ മതി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിന് ലേറ്റ് ഫീ വാങ്ങണം? കുട്ടി എവിടെ ഫൈൻ ചെയ്ത്? നിങ്ങൾ ലേറ്റ് ഫീ എന്നുമല്ല പറയുന്നത്, ഫൈൻ എന്തിന് ഈടാക്കണം? ആ കുട്ടി മറ്റ് സെഷനുകളിൽ പോയി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾ അത് വാല്യൂ ചെയ്യുകയല്ലേ വേണ്ടു? അസൈൻമെന്റിൽ ഒരു മാർക്ക് കുറഞ്ഞാൽ തന്നെ നിങ്ങൾ അത് വീണ്ടും പുനർമൂല്യനിർണ്ണയം നടത്തുകയോ അല്ലെങ്കിൽ മറ്റൊരിക്കൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുകയോ പറയാതെ നിങ്ങൾ അതിന് ഫൈൻ ഈടാക്കുന്ന, കാശ് തട്ടിപ്പ് നടത്തുന്ന ഒരു പരിപാടി ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള യൂണിവേഴ്സിറ്റി നടത്തുന്നതിനോട് അങ്ങേയറ്റം എതിർപ്പ് ഞാൻ അറിയിക്കുകയാണ്. ഇവിടെ MBA IGNOയിൽ this program is an AICTE recognized postgraduate degree program designed to develop the skills required for careers in business and management. The program is designed by renowned management experts, keeping in view the latest industry requirement and practices. ഇന്ന് ഈ മേഖലയിൽ, ബിസിനസ് മേഖലയിലും വ്യാവസായിക വാണിജ്യ മാനേജ്മെന്റ് മേഖലകളിലെ ഏറ്റവും പുതുമയാർന്ന റിനൗൺഡ് മാനേജ്മെന്റ് മെത്തേഡ്സ്, അതിന്റെ സ്ട്രാറ്റജിയിലെ ഏറ്റവും നല്ല എക്സ്പേർട്ടായി ലേറ്റസ്റ്റ് ഇൻഡസ്ട്രിയൽ റിക്വയർമെന്റും അതിന്റെ അനുഭവങ്ങളും അതിന്റെ ആവശ്യങ്ങളും പങ്കുവെക്കുന്ന ഏറ്റവും നല്ല ഒരു പ്രോഗ്രാമാണ് IGNOU നൽകുന്ന MBA. All the courses are contemporary, covers diverse areas of study in business and management and relevant to the present day needs. ഈ വാണിജ്യവൽക്കരണ കാലഘട്ടത്തിൽ ഈ ഗ്ലോബലൈസേഷനും ഈ പ്രൈവറ്റൈസേഷനും ഈ ഇൻഡസ്ട്രിയലൈസേഷനും നടക്കുന്ന, പ്രത്യേകിച്ച് ഈ ഇലക്ട്രോണിക് കൊമേഴ്സ്, ഈ കൊമേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും റെലവന്റ് ആയിട്ടുള്ള കരിക്കുലമാണ് നമുക്ക് IGNOU ഈ MBAയിലൂടെ നൽകുന്നത്. ഇറ്റ് ഈസ് യുണീക് designed for both the fresh graduates and the working personnel, no doubt at all. Some of the salient features are AICTE approved program offered across pan India and in selected countries outside India, contemporary curriculum and latest study material, affordable fee, flexible learning method. Eligibility: passed bachelor's degree, minimum 3 years duration with a recognized university with at least 50% marks, and 45% is enough in case of candidates belonging to reserved category. പ്രിയപ്പെട്ടവരെ, ഈ കോഴ്സ് IGNOU ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗംഭീരമായ പാറ്റേണിലാണ്. 116 ക്രെഡിറ്റ് നമ്മൾ സ്വായത്തമാക്കണം. ഓരോ സെമസ്റ്ററിലും 28 ക്രെഡിറ്റ് വീതം 116 ക്രെഡിറ്റില് 20 കോർ കോഴ്സസ് എടുക്കണം. 7 കോഴ്സസ് ഫ്രം എനി വൺ ഓഫ് ദ ചോയ്സൺ സ്പെഷ്യലൈസേഷൻ ഏരിയയിൽ നിന്ന് എടുക്കണം. ഒരു പ്രോജക്റ്റ് അഥവാ ഒരു ഡിസർട്ടേഷൻ ചെയ്യണം. ഇഫ് എ സ്റ്റുഡന്റ് ഓപ്റ്റ് ടു എക്സിറ്റ് ദ പ്രോഗ്രാം, ഈ പ്രോഗ്രാം കടുകട്ടിയാണ്, ഞങ്ങൾക്ക് ഇത് എടുക്കാൻ വയ്യ, പൂർത്തിയാക്കാൻ വയ്യ എന്ന് ഒന്നാമത്തെയും രണ്ടാമത്തെയും സെമസ്റ്റർ കഴിഞ്ഞ ഉടനെ അഥവാ 56 ക്രെഡിറ്റ് പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴ്സ് മതിയാക്കി പുറത്തു പോകാം. മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളും നിങ്ങൾ പുറത്തു പോകുമ്പോൾ പെരുവഴിയിൽ നിർത്തും. പക്ഷെ IGNOU താങ്കളെ മനോഹരമായി അവാർഡ് തരുന്നു, ആദരിക്കുന്നു. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് PGDIM എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് തന്നിട്ടാണ് താങ്കളെ പുറത്ത് വിടുന്നത്. അല്ലാതെ വെറും കൈ വീശി താങ്കളെ പുറത്തേക്ക് വിടുന്നില്ല. പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് എന്നുള്ള കോഴ്സ് തന്നിട്ടാണ് താങ്കളെ IGNOU ഇവിടുന്ന് പുറത്തേക്ക് വിടുന്നത്. സ്വാഭാവികമായും ഈ പ്രോഗ്രാമിൽ നമുക്ക് ഉള്ള സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലുള്ള ഈ പ്രോസ്പെക്ടസ് വിശദമായി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്.
ഈ പ്രോസ്പെക്ടസിൽ ഇതിന്റെ ഈ MBA പ്രോഗ്രാമിൽ നമുക്ക് നൽകുന്ന ഗംഭീരമായിട്ടുള്ള ആശയം നമുക്ക് മനസ്സിലാക്കാം. താങ്കൾക്ക് തിടുക്കമുണ്ടെങ്കിൽ താങ്കൾ തൽക്കാലം ഇത് മതിയാക്കിക്കോളൂ. പക്ഷെ ഞാൻ നിങ്ങൾക്കുള്ള ഈ കോഴ്സിനെ പറ്റി കുറച്ചും കൂടി ആഴത്തിൽ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. വളരെ നല്ല സ്കൂൾ ഓഫ് മാനേജ്മെന്റിലാണ് ഇത് നമ്മൾ പഠിക്കുന്നത്. ഇതിന് നല്ല ഡെലിവറി സിസ്റ്റം എന്ന് പറഞ്ഞ പ്രിന്റ് മെറ്റീരിയൽ നമുക്ക് ലഭ്യമാണ്. ഈ ബുക്ക് വേണമെങ്കിലും അതുപോലെ തന്നെ ആക്ച്വൽ ഫിസിക്കൽ ബുക്ക് വേണമെങ്കിലും നമുക്ക് ലഭിക്കും. ഓഡിയോ വിഷ്വൽ മെറ്റീരിയൽ നമുക്ക് ലഭിക്കും. കൗൺസിലിംഗ് സെഷൻസ്, ക്ലാസുകൾ, അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ ക്ലാസുകൾ നമുക്ക് ലഭിക്കും. ഈ ഗ്യാൻ ഘോഷിലൂടെ നമുക്ക് പാഠഭാഗങ്ങൾ കിട്ടും. ഈ കണ്ടന്റ് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് കിട്ടും. ഓഡിയോ ബുക്സ് നമുക്ക് ലഭ്യമാണ്. അങ്ങനെ പല തരത്തിലുള്ള പ്രോഗ്രാം. ഇത് കഴിഞ്ഞാൽ നമുക്ക് മാനേജ്മെന്റിലെ PhD ചെയ്യാം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. 7 കോർ കോഴ്സസും 7 കോർ കോഴ്സസ് സെക്കൻഡ് സെമ്മിലും 2 കോർ കോഴ്സസും 4 സ്പെഷ്യലൈസേഷനും 1 പ്രോജക്റ്റ് തേർഡ് സെമ്മിലും 4 കോർ കോഴ്സസും 3 സ്പെഷ്യലൈസേഷനും എടുത്ത് ഫോർത്ത് സെമ്മിലുമായി നമുക്ക് മനോഹരമായിട്ട് ഈ കോഴ്സുകളിലേക്ക് പോകാം. പേപ്പേഴ്സ് ഞാനൊന്ന് ഓടിച്ചു വിടാം പ്രിയപ്പെട്ടവരെ. വളരെ ഗംഭീരമായിട്ടുള്ള പ്രോഗ്രാമുകളാണ് ഇത്. വീഡിയോ കൂടിപ്പോകുന്നു എന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് നിങ്ങൾ എന്നോട് വാളോങ്ങാൻ നിൽക്കരുത്. മാനേജ്മെന്റ് ഫങ്ഷൻസ് ആൻഡ് ഓർഗനൈസേഷണൽ process, human resource management, business environment, accounting for managers, quantitative analysis for managerial applications, marketing management, business communication, അതുപോലെ അങ്ങനെ 7 എണ്ണമാണ് ഫസ്റ്റ് സെമസ്റ്ററിന് നമുക്കുള്ളത്. സെക്കൻഡ് സെമസ്റ്ററിലെ ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ മാനേജേഴ്സ്, കൊമേഴ്സ് അവിടെ പരിചയപ്പെടുത്തുകയാണ്. ഇൻഫർമേഷൻ സിസ്റ്റം, കമ്പ്യൂട്ടറൈസ്ഡ് ബിസിനസ് ആക്ടിവിറ്റീസ്, മാനേജ്മെന്റ് ഓഫ് മെഷീൻസ് ആൻഡ് മെറ്റീരിയൽസ്, മാനേജറിയൽ എക്കണോമിക്സ്, സോഷ്യൽ പ്രോസസ് ആൻഡ് ബിഹേവിയറൽ ഇഷ്യൂസ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, ബിസിനസ് ലോസ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. പിന്നെ റിസർച്ച് മെത്തഡോളജി ഫോർ ഡിസിഷൻ മേക്കിംഗ്, ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ്, അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, എന്റർപ്രണർഷിപ്പ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, ബിസിനസ് എത്തിക്സ് ആൻഡ് CSR അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് കോഴ്സ് നമുക്ക് നൽകുന്നു. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻസ് എടുക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഏരിയയിൽ സ്പെഷ്യലൈസേഷൻ എടുക്കാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഏരിയയിൽ സ്പെഷ്യലൈസേഷൻസ് എടുക്കാം. മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ സ്പെഷ്യലൈസേഷൻ എടുക്കാം. ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഏരിയയിൽ സ്പെഷ്യലൈസേഷൻ എടുക്കാം. സർവീസ് മാനേജ്മെന്റ് ഏരിയയിൽ സ്പെഷ്യലൈസേഷൻസ് എടുക്കാം. ഫോർത്ത് സെമസ്റ്ററിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഏരിയയിൽ നമുക്ക് നൽകുന്ന ചില പ്രത്യേകതയുള്ള കോഴ്സുകൾ ഞാൻ വളരെ നല്ല രീതിയിൽ ഓപ്റ്റ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നു. സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, international financial management, management of insurance services, organizational development and change, organizational dynamics, international human resource management, international marketing, marketing research, integrated marketing communication, retail management, operation management, management information system, maintenance management, international logistics and supply chain management, retail management, management of insurance services, marketing of financial services എന്ന ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാമിലൂടെ ലാറ്ററൽ എൻട്രിയും ലാറ്ററൽ എക്സിറ്റും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വാങ്ങി ഈ കോഴ്സ് പൂർത്തിയാക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും മഹത്തായ ഒരു പ്രോഗ്രാമാണ് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഈ കോഴ്സിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കാൻ, അതുപോലെ തന്നെ അഡ്മിഷന് തന്നെ സഹായിക്കാൻ, അഡ്മിഷൻ മുതൽ കോഴ്സ് കഴിയുന്നത് വരെയുള്ള എല്ലാ മേഖലയിലും സമസ്ത ദൈനംദിന ഏർപ്പാടുകളിൽ മുഹമ്മദ് മുബാറക് മാസ്റ്ററുടെയും സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് നോട്ട്സിന്റെയും ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫിന്റെ സത്വര കൈത്താങ്ങ് താങ്കൾക്ക് എന്നും എപ്പോഴും ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് സ്നേഹപുരസരം വിടവാങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സാമൂഹ്യ ഗ്രൂപ്പുകളിലേക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളിലേക്ക്, നിങ്ങളുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക്, നിങ്ങൾ വലിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന, വിദേശത്ത് ജോലി ചെയ്യുന്ന ആയിരക്കണക്കിലെ ആളുകളാണ് നിങ്ങൾ. മറ്റുള്ളവർക്ക് നിങ്ങളുടെ സാമൂഹ്യ ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണമെന്നും ഈ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളോട് താങ്കളുടെ ഐക്യദാർഢ്യം ഉണ്ടാകണമെന്നും ഏറ്റവും നാമമാത്രമായ ഫീ
പുറമെ 1.5 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം രൂപ ഫീസ് വാങ്ങുമ്പോൾ നാമമാത്രമായ ഫീയിൽ ഒരു MBA കോഴ്സ് ഒക്കെ എടുക്കാൻ, ഇതിനു വേണ്ടി നിങ്ങൾ ഒരിക്കലും എഡ്യൂക്കേഷൻ ലോൺ എടുക്കേണ്ട ആവശ്യമില്ല. 2 കൊല്ലത്തെ അതിഗംഭീരമായ കോഴ്സാണ് താങ്കൾക്ക് നൽകുന്നത് എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് സ്നേഹപുരസരം വിടവാങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, 1000 നന്ദി നിങ്ങളെ അറിയിക്കുകയാണ്. ഇത്തരത്തിലുള്ള വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ താങ്കൾ കാണിക്കുന്ന മനസ്സിന്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഗുണത്തിന് വേണ്ടി താങ്കളുടെ ഈ നിരന്തര പ്രയത്നത്തിന് ഞാൻ ഒരിക്കൽ കൂടി താങ്കളെ അഭിനന്ദിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു.